ഹായ് കൂട്ടുകാരെ, ഇന്ന് മുത്തശ്ശി ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. മാമ്പഴ പുളിശ്ശേരി ആർക്കെല്ലാം ഇഷ്ടമാണ്. പണ്ടുകാലത്ത് എല്ലാവർക്കും ഊണിന് ഇത് നിർബന്ധമായിരുന്നു. ഇപ്പോൾ ആർക്കും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോലും അറിയില്ല. മാമ്പഴം കിട്ടിയാലും ഉണ്ടാക്കി നോക്കില്ല. ഇപ്പോഴാണെങ്കിൽ മാമ്പഴത്തിൻ്റെ മാസമല്ലേ, എല്ലാവരുടെ കയ്യിലും മാമ്പഴം ഉണ്ടാവും. എന്നാൽ മുത്തശ്ശി പറഞ്ഞു തരട്ടെ മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കലെന്ന്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് പറയണം. ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യണം. ആവശ്യമായ സാധനങ്ങൾ: പഴുത്ത മാമ്പഴം, തൈര്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, ശർക്കര. അരപ്പിന് വേണ്ടവ അന്നെണ്ണം: തേങ്ങ ചിരകിയത് 1 കപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം. താളിക്കാൻ: വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, കറിവേപ്പില 1 തണ്ട്. മാമ്പഴം വേവിക്കുക. മാമ്പഴം തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഒരു ചട്ടിയിലിടുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, ഉപ്പ്, മാങ്ങയും വെള്ളവും ചേർത്ത് നന്നായി വേവിക്കുക. തേങ്ങ, ജീരകം, പച്ചമുളക്, വെള്ളം ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. നോക്കൂ, അരപ്പ് തയ്യാറായി. അരപ്പ് ചേർക്കുക. മാമ്പഴം വെന്ത് കഴിയുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർക്കുക. പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിക്കുക. ഈ സമയത്ത് മധുരം കുറവാണെങ്കിൽ ശർക്കര ചേർക്കാവുന്നതാണ്. തീ നന്നായി കുറച്ച് വെച്ച ശേഷം ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർക്കുക. തൈര് ചേർത്ത ശേഷം തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് ചൂടായാൽ ഉടൻ തീ ഓഫ് ചെയ്യുക. കൂടുതൽ തിളച്ചാൽ തൈര് പിരിഞ്ഞു പോകും. ആഹാ, നമ്മുടെ പുളിശ്ശേരി തയ്യാറായി. കടുകും ഉലുവയും കറിവേപ്പിലയും ചേർത്ത് താളിച്ചൊഴിക്കാം. സ്വാദിഷ്ടമായ നാടൻ മാമ്പഴ പുളിശ്ശേരി തയ്യാർ. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ.